ഫുഡല്ലേ അത്, ഫുഡ് തന്നെ. എനിക്ക് പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ചേട്ടൻ നമ്മളെ മനസ്സിലായിട്ട്, അപ്പോൾ ചേട്ടൻ ചോദിച്ചായിരുന്നു എന്നെ വയറിൽ ഞാൻ ആക്കുമെന്ന് ചോദിച്ചായിരുന്നു. എന്തായാലും നമുക്ക് പുള്ളി ഒന്ന് വയറിലാക്കി കൊടുത്താൽ കാടമുട്ട ഉണ്ട്. എനിക്ക് ആ പാൻ ഇഷ്ടപ്പെട്ടു. കറക്റ്റ് നമ്മളൊരു കാടമുട്ട പൊട്ടിച്ചിട്ടാൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അത് നിൽക്കാനായിട്ടുള്ള സ്പേസ് ആ പാനിലുള്ളൂ. കൊള്ളാം, പൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 2 3 4 5 5 ഒരൊറ്റ ഇതിൽ വരുന്നത് കേട്ടോ. അപ്പോൾ സംഭവം എന്താ, 5 എണ്ണം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് എന്താണ് ഉപ്പ്. ഇനി സോസ് ഒഴിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് ഓപ്ഷൻ ആയിരുന്നു കേട്ടോ പുള്ളിയെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒഴിച്ചോളൂ. നമുക്കതൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ദൈവമേ, സക്സസ് ആവുമല്ലേ? സക്സസ് ആവണമല്ലോ. വാവ്, പൊളി. അതെന്തായാലും സക്സസ് ആയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ എടുക്കുകയാണ്. വാവ്, സോസൊക്കെ ഒഴിച്ച് വരുന്നുണ്ട് കയ്യിലൊക്കെ വീണ്. കുഴപ്പമില്ല, സാരമില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. അല്ലുവിന് ചൂടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, ചൂട്, നല്ല ചൂടുണ്ട് കേട്ടോ. കൊള്ളാം. ഇതൊക്കെ വീട്ടിൽ ചെയ്തുകൂടെ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. നമ്മൾ ഉത്സവത്തിന് പോകുമ്പോൾ വീട്ടിലത്തെ കാര്യമല്ലല്ലോ നമ്മൾ പറയേണ്ടത്. ഉത്സവ വൈബാണ്. കൊള്ളാം. അവനിത്തിരി കൊടുക്കാമെന്ന് വിചാരിച്ച്. അവന് ഈ ചൂട് ഫുഡ് ഇങ്ങനെ വായിൽ വെച്ച് കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവന് ഭയങ്കര പേടിയാണ്. ചൂടായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ് അവന്. അമ്മ ചൂടിൽ തട്ടിയമ്മ ചൂടുണ്ടമ്മ, എനിക്ക് ചൂടായിട്ട് തോന്നല്ല. നോക്കിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ആ സോസിലേക്ക് നോക്കി തിന്ന് കയ്യടാ. കൊള്ളാം. പക്ഷേ ഒരു അബദ്ധം പറ്റി. എന്താണെന്നറിയാം, ആ മഞ്ഞ ഇതിനകത്ത് കുരുമുളകായിരുന്നു. അവന് ഭയങ്കര നാക്കൊക്കെ ഭയങ്കരമായിട്ട് നീറി കേട്ടാ. അടുത്ത് ഇതും അതേപോലെയായിരുന്നു. കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് പാനിപ്പൂരി താമാന്ന് പറഞ്ഞു. പക്ഷേ പാനിപ്പൂരി എടുത്ത് വായിൽ വെച്ചപ്പോഴത്തേക്ക് പിന്നെ ഒരെണ്ണ കഴിച്ചോളൂ കേട്ടോ. പിന്നെ കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു. നല്ല കേട്ടി. കൊള്ളാം. നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ ഒന്നും വിടില്ല. ഇപ്പോൾ ചില ആൾക്കാർ വരും കമൻറ്റ്, ഞാൻ പറഞ്ഞുതരാം. അമ്മു ഹെൽത്തി അല്ല, അവിടുത്തെ വെള്ളം അങ്ങനെയാണമ്മു ഇങ്ങനെയാണമ്മു. എൻ്റെ പൊന്നു ചേട്ടന്മാർ അങ്ങനെയുള്ള കമൻസ് ആയിട്ട് വരില്ലേ. ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ അത് നോക്കത്തില്ല. നമ്മൾ മാക്സിമം